ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീൻസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയറിലെ USS ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണേ. ഫസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാ വെച്ചാൽ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി OPPORTUNITY. ഇതാണ് ഓപ്പർച്യൂണിറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. അടുത്തത് കരിയർ. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കരിയറിൻ്റെ സ്പെല്ലിങ് ഏതാണോ കറക്റ്റ് അത് അടയാളപ്പെടുത്തുക. ഓപ്ഷൻ ബി CAREER, കരിയർ. അതാണ് കരിയറിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്. നെക്സ്റ്റ് വൺ ജിറാഫ് സ്പെല്ലിങ് ഇതിൽ ഏതാണോ കറക്റ്റ് അത് കണ്ടെത്തി എഴുതുക. GIRAFFE, ജിറാഫ്. അതാണ് ജിറാഫിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്. അപ്പോൾ ഓപ്ഷൻ ഡി ജിറാഫ്. അടുത്തതായിട്ട് ക്യൂ. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഓരോ വേർഡ്സാണ്. ക്യൂവിൻ്റെ സ്പെല്ലിങ് ഇതിലേതാ കറക്റ്റ് എന്ന് കണ്ടെത്തി എഴുതുക. QUEUE, ഇതാണ് ക്യൂ എന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്. സോ ഓപ്ഷൻ എ ക്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. മുകളിൽ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാം. Dr. Wangari Maathai from Kenya was awarded the Nobel Peace Prize for his work in development, environmental protection and peace in 2004. Dr. Maathai, a university professor by profession, was an environmental activist and politician. She was the first African woman to win the Nobel Peace Prize. Dr. Maathai is quite assertive as a leader of the African women. She introduced the idea of planting trees to save the environment. She organized a group of women called Green Belt Movement to plant trees. More than 30 million trees have been planted. They are now helping to protect the environment by providing groundwater, causing more rainfall and retaining water. These trees also provide material benefits including firewood, fruits, nuts and building materials for the women and their families. First question. Green Belt Movement in Kenya encourages dash. Option A, political strikes. Option B, building school. Option C, planting trees. And option D, none of these. ആൻസർ ആയിട്ട് വരുന്നത് ബെൽറ്റ് മൂവ്മെൻറ്റ് ടു പ്ലാന്റ് ട്രീസ്. സെക്കൻഡ് പാരഗ്രാഫിൽ നല്ല വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി പ്ലാന്റിംഗ് ട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് എ ലീഡർ ഡോക്ടർ വങ്കരി മത്തായി ഈസ് ഡാഷ്. എ അസേർട്ടീവ്, ബി അക്കോമഡേറ്റീവ്, സി എൻവിറസ് ആൻഡ് ഡി റിലയബിൾ. ആൻസർ ഈസ് സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈനിൽ ഡോക്ടർ മത്തായി ഈസ് ക്വൈറ്റ് അസർട്ടീവ് ആസ് എ ലീഡർ ഓഫ് ദ ആഫ്രിക്കൻ വുമൺ. അപ്പോൾ ഓപ്ഷൻ എ അസർട്ടീവ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ പ്രൊഫഷൻ ഡോക്ടർ വങ്കരി മത്തായി വാസ് ഡാഷ്. ഓപ്ഷൻസ് എ ഫിസിഷ്യൻ, ബി ജേർണലിസ്റ്റ്, സി യൂണിവേഴ്സിറ്റി ടീച്ചർ ആൻഡ് ഡി ആക്ടിവിസ്റ്റ്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഡോക്ടർ മത്തായി എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. സോ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി യൂണിവേഴ്സിറ്റി ടീച്ചർ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഗ്രാമർ നോക്കിയാലോ. ഗ്രാമറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ സോ എ ഗേൾ ഡാഷ് വാസ് ക്യാരിയിങ് എ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഓപ്ഷൻ എ ദാറ്റ്, ബി വിച്ച്, സി വേർ, ഡി വു. ഡാഷിൻ്റെ ഇപ്പുറത്തൊരു ഗേൾ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി വു. ഐ സോ എ ഗേൾ വു വാസ് ക്യാരിയിങ് എ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ദർ വാസ് എ ഹേർട്ട് ഡാഷ് റിയൽ ആങ്കർ ഡാഷ് ഹിസ് വോയിസ്. ഓപ്ഷൻ എ ഫോ ഔട്ട്, ബി ആൻ ഇൻ, സി സോ ഓൺ, ഡി സിൻസ് ബൈ. ആൻസർ ഓപ്ഷൻ ബി
and in. There was a hurt and real anger in his voice. അടുത്ത question. Dash the sun is shining, it is not warm. Option A, although. Option B, so. Option C, because. Option D, but. The answer is option A, although the sun is shining, it is not warm. അടുത്ത question. There was a dash of keys in his pocket. Option A, bunch. Option B, stack. Option C, bucket. Option D, crowd. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, ബഞ്ച്. ദർ വാസ് എ ബഞ്ച് ഓഫ് കീസ് ഇൻ ഹിസ് പോക്കറ്റ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദി barefooted runner won the prize. The underlined word means dash. Option A, not properly dressed. B, not wearing sports jersey. C, not wearing shoes. D, not physically fit. Answer option C, not wearing shoes. Next question. The wind stood up and gave a shout. The figure of speech used in this line is dash. A, smile. B, metaphor. C, personification. D, alliteration. The answer is option C, personification. Next one. On the coming Sunday, my friend and I dash going to watch a movie. Option A, am. B, are. C, is. And D, have. Option B is the correct answer, are. On the coming Sunday, my friend and I are going to watch a movie. അടുത്തതായിട്ട് read the poem carefully and answer the questions that follow. The poem is A Poison Tree. I was angry with my friend. I told my worth did end. I was angry with my fear. I told it not, my worth did grow. And I watered it in fears, night and morning with my tears, and I sunned it with smiles, and with soft deceitful wiles. And it grew both day and night, till it bore an apple bright, and my fear beheld it shine, and he knew that it was mine. And into my garden stole, when the night had veiled the pole, in the morning glad I see my fear outstretched beneath the tree. തന്നിട്ടുള്ള പോയമെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പോയം വിച്ച് മീൻസ് എക്സ്ട്രീം ആങ്കർ. ഓപ്ഷൻ എ, wrath. ഓപ്ഷൻ ബി, fear. ഓപ്ഷൻ സി, deceitful. ആൻഡ് ഓപ്ഷൻ ഡി, glad. ആൻസർ ഓപ്ഷൻ എ ആണ്, wrath. fear എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്, deceitful പറഞ്ഞാൽ മിസ്ലീഡിങ് അതേഴ്സ്, ആൻഡ് glad പറഞ്ഞാൽ ഹാപ്പിനെസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, wrath. അടുത്ത ക്വസ്റ്റ്യന്, ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോയം. എല്ലാവർക്കും റൈം സ്കീം കണ്ടെത്താറുണ്ടാവും. അപ്പോൾ ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, എ ബി എ ബി. ഓപ്ഷൻ ബി, എ എ ബി ബി. ഓപ്ഷൻ സി, എ ബി ബി എ. ആൻഡ് ഓപ്ഷൻ ഡി, എ ബി സി ഡി. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നോക്കാം. ഫ്രണ്ട്, എൻഡ് ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എ എ. ഫ്യൂ, ഗ്രോ. അപ്പോൾ ബി ബി. സോ ദ ആൻസർ ഈസ് എ എ ബി ബി. ഓപ്ഷൻ ബി, എ എ ബി ബി the correct answer. Which one of the following can be the theme of the poem? Option A, beauty of nature. Option B, conservation of the forest. Option C, unresolved anger. Option D, global warming. Answer is option C, unresolved anger. A collection of cattle is called herd. Then a collection of stars is called dash. Collection of stars is called cluster. The train will come shortly. What does the expression shortly mean? A, soon. B, lately. C, will be late. And D, suddenly. Answer option A, soon. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കണം. ഉപകാരപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.